കൊല്ലം കുന്നിക്കോട് യുവാവിനെ തലക്കടിച്ചു കൊന്ന കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ. മുഖ്യപ്രതി പച്ചില അൽഫി ഫാമിനിൽ ദമീജ് അഹമ്മദ്, രണ്ടാം പ്രതി സലാഹുദ്ദീൻ എന്നിവരെയാണ് ശിക്ഷിച്ചത്. കൊട്ടാരക്കര SC/ST കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 കടുവാങ്കോട്ട് വീട്ടിൽ അനിൽകുമാറിനെയാണ് പ്രതികൾ കൊലപ്പെടുത്തിയത്. മരത്തിന്റെ ശിഖരം വീട്ടുമറമ്പിൽ വീണെന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. അനിൽകുമാറിനെ അർദ്ധരാത്രിയിൽ സലാഹുദ്ദീനും മകനും ചേർന്ന് വീട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. വിധിയിൽ എന്ത് തോന്നുന്നു അമ്മയ്ക്ക്? പിന്നെ അപ്പീലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആ ഒരു വഴിക്ക് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എന്തായാലും ഇവിടെ നിർത്തുന്നില്ല. ഒരു അപ്പീലിൽ പോകുന്നത് ഞങ്ങൾ അതുപോലെ വീട്ടിൽ ഞങ്ങൾ വെറുതെ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ അമ്മയായിട്ട് കണ്ണീര് കുടിപ്പിക്കുന്നതിനും എന്തും ആയിക്കോട്ടെ, എങ്ങനെയുള്ളതും ആയിക്കോട്ടെ, ഒരു മകൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കേസിൽ സഹായിച്ചത് പിന്നെ DSP വിജയകുമാർ സാറ്, പബ്ലിക് പ്രോസിക്യൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ഈ കേസിൽ ഇവിടെ ഇങ്ങനൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണീരിന് ഫലം കാണുകയും ചെയ്തു. പ്രതീക്ഷിച്ച വിധിയാണോ വന്നത്? പ്രതീക്ഷിച്ച വിധി തന്നെയാണ്. ഇത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. മകനെ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. നീതി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നീതി കിട്ടിയെന്ന് ഇവിടെ നമുക്ക് നീതി കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇവർക്ക് എന്താണെന്ന് അറിയത്തില്ലല്ലോ, ഒരു അപ്പീലിന് പോകാനൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെയും ഉറപ്പായിട്ടും ഇവിടെ കൊണ്ട് തീർത്തുന്നൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിധി ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയ ആൾക്കാർക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മനസ്സിലായില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നീ കാശ് കൊടുത്ത് പിന്നെ തീർക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ആട്ടിക്കൂട്ടി കേസ് അങ്ങ് തീർപ്പാക്കുക, അങ്ങനെയുള്ള പരിപാടിയാണ് നോക്കുക. പക്ഷെ അതൊന്നും നമ്മുടെ ഈ കേസിൽ അതൊക്കെ സംഭവം വന്നിരുന്നു, അങ്ങനെയുള്ള വിളിയൊക്കെ വന്നിരുന്നു. അതൊന്നും ഞങ്ങളൊന്നും അതിലൊന്നും നിൽക്കാതെ അവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെ എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞങ്ങൾ അതിലൊന്നും വഴിപ്പെടാതെ കേസിൻ്റെ വഴിക്ക് തന്നെ പോയതിൻ്റെ പേരിൽ നമുക്ക് ഇങ്ങനൊരു വിജയം ഉണ്ടാകാൻ കഴിഞ്ഞത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അനിൽകുമാറിന്റെ ശരീരത്തിൽ 20-ലേറെ മുറിവുകൾ ഉണ്ടായിരുന്നു. വിധിയിൽ സന്തോഷമുണ്ടെന്ന് അനിൽകുമാറിന്റെ അമ്മ പറഞ്ഞു.